ഹലോ എവരിവൺ, വെൽക്കം ടു പൾപിറ്റ്. ഞാൻ ശ്രീകുട്ടൻ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ കുറച്ച് കാലങ്ങളായിട്ട് പൾപിറ്റിനോട് ആവശ്യപ്പെടുന്ന ചില ചോദ്യങ്ങൾ, അവരുടെ ചില ആശങ്കകൾ, അതിനുള്ള മറുപടിയാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബാച്ച് ഫോറിലേക്കുള്ള അഡ്മിഷൻസ് ഓൾറെഡി ഇപ്പോൾ റണ്ണിങ് ആണ്. അപ്പോൾ ഇതിനോടകം നമുക്ക് 100-ൽ പരം സ്റ്റുഡൻസ് ആണ് ഇതിനോടകം നമുക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ വരാൻ പോകുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷയ്ക്ക് പങ്കെടുത്ത് നല്ല വിജയം കൈപ്പിടിയിൽ ഒതുക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സ്ലോട്ട്സ് ബുക്ക് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ വളരെ ഇന്റൻസീവ് ആയിട്ട് തന്നെ കോച്ചിങ് തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഇപ്പൊ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹൗ 37 കാൻഡിഡേറ്റ്സ് ബിക്കെയിം ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ്, ദ PSC അസിസ്റ്റന്റ് പ്രൊഫസർ സ്റ്റോറി, കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്ന പോലെ എങ്ങനെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിലേ പറഞ്ഞു, ഒരുപാട് കുട്ടികൾ കാലങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഏത് വീഡിയോ ചെയ്താലും വീഡിയോയുടെ താഴെ കുട്ടികൾ കമന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, കഴിഞ്ഞ ലിസ്റ്റിൽ എന്താണ് സംഭവിച്ചത്, അതിന് എത്ര പേര് എഴുതി, എത്ര പേർക്ക് ജോലി കിട്ടി, എന്താണ് അവസ്ഥ, അങ്ങനെ ഒരുപാട് ആശങ്കകൾ കുട്ടികൾക്കുണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം ആമുഖമായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ലിസ്റ്റിന് എന്താണ് സംഭവിച്ചത്, കഴിഞ്ഞ ലിസ്റ്റിൽ എത്ര പേർക്ക് നിയമനം കിട്ടി, എന്തായിരുന്നു അവസ്ഥ, ഇതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ എവറി ഇയർ ഐ മീറ്റ് 100 ഓഫ് നെറ്റ് ആസ്പിറൻസ്. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം. ഓക്കെ, ഞാൻ എല്ലാ വർഷവും കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് 1000-ൽ പരം ആൾക്കാരെ ഞാൻ നെറ്റിന് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് നെറ്റ് കരസ്ഥമാക്കാൻ അവരുടെയൊക്കെ ലൈഫിൽ അവർക്ക് നെറ്റ് നേടിയെടുക്കാൻ ഒരു ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ദേ സ്പെൻഡ് ഇയേഴ്സ് പ്രിപ്പയറിംഗ് ഫോർ നെറ്റ്. ഒരുപാട് വിദ്യാർത്ഥികൾ ഞാൻ കാണാറുണ്ട്, വർഷങ്ങളോളം നെറ്റിന് വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അതായത് ഞാനൊക്കെ എന്റെ കരിയർ തുടങ്ങുന്ന സമയത്ത് നെറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നവർ. 7, 8, 9 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ എനിക്ക് ഇപ്പോഴും അറിയാം പേഴ്സണലി. ദേ സെലിബ്രേറ്റ് വെൻ ദേ ക്ലിയർ നെറ്റ്. നെറ്റ് കിട്ടിക്കഴിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ എനിക്ക് നെറ്റ് കിട്ടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ബട്ട് ആഫ്റ്റർ ദാറ്റ് മെനി ഓഫ് ദം എൻറ്റർ എ വെയിറ്റിംഗ് റൂം. അപ്പൊ നെറ്റും ക്ലിയർ ചെയ്ത് JRFും ക്ലിയർ ചെയ്ത് പിന്നീട് എല്ലാവരുടെ അവസ്ഥയാണ് പറയുന്നത്, ദ എൻറ്റർ എ വെയിറ്റിംഗ് റൂം. എല്ലാവരും ഒരു വെയിറ്റിംഗ് റൂമിലാണ്, ഒരു കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? വെയിറ്റിംഗ് ഫോർ ഗസ്റ്റ് ഫാക്കൽറ്റി വേക്കൻസീസ്. അറിയാലോ, വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പിന്നെ പത്രങ്ങളിലും നെറ്റിലും എല്ലാം തന്നെ, സൈറ്റുകളിലും എല്ലാം തന്നെ എവിടെയൊക്കെ ഗസ്റ്റ് ഫാക്കൽറ്റി വേക്കൻസീസ് ഉണ്ടെന്ന് നിങ്ങൾ നോക്കാറ്. വെയിറ്റിംഗ് ഫോർ എയ്ഡഡ് കോളേജ് നോട്ടിഫിക്കേഷൻസ്. എയ്ഡഡ് കോളേജിൽ ഏതെങ്കിലും വിളിച്ചിട്ടുണ്ടോ, തസ്തികകളുണ്ടോ, പോസ്റ്റുകൾ വല്ലതും ഉണ്ടോ എന്ന് ഇങ്ങനെ അന്വേഷിക്കാറുണ്ട്. വെയിറ്റിംഗ് ഫോർ യൂണിവേഴ്സിറ്റി അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ഇന്റർവ്യൂസ്. ചുരുക്കം പറഞ്ഞാൽ വെയിറ്റിംഗ്. ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്കെങ്കിലും കണക്ട് ആവുമായിരിക്കും. അതായത് വർഷങ്ങളോളം കഷ്ടപ്പെടുന്നു, നെറ്റ് നേടിയെടുക്കുന്നു, കഷ്ടപ്പെടുന്നു, JRF ക്ലിയർ ചെയ്യുന്നു, ചിലപ്പോൾ PhDക്ക് പോകുന്നു. എന്നാൽ പോലും കുറെ ആൾക്കാരെങ്കിലും നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഇത്രയും കാലം, നമ്മൾ 3 വർഷം ഡിഗ്രി പഠിച്ചു, 2 വർഷം PG ഒക്കെ പഠിച്ചു, ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്ന എന്തിനാണ്? ഒരു നല്ല ജോലി ലഭിക്കുക, നല്ല സാലറിയിൽ ജീവിക്കുക, ഇത് മാത്രമാണ്. അപ്പൊ പിന്നൊരു കാത്തിരിപ്പാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, അല്ലേ? നെറ്റ് കിട്ടിക്കഴിഞ്ഞ്, JRF കിട്ടിക്കഴിഞ്ഞ് ഒരു ഗസ്റ്റ് വേക്കൻസിക്കുള്ള കാത്തിരിപ്പാണ്, എയ്ഡഡ് കോളേജിൽ ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. മനസ്സിലായില്ലേ? കാരണം ഇവിടുത്തെ ഗ്രിം റിയാലിറ്റി എന്താണെന്നും കൂടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാനൊരു 10 years ബാക്ക് നെറ്റ് ക്ലിയർ ചെയ്തപ്പോൾ എന്റെ ധാരണ എന്തായിരുന്നു? നാളെ തന്നെ ഏതെങ്കിലും കോളേജുകാരൻ എന്നെ പൊക്കി എടുത്തുകൊണ്ട് പോകുന്നായിരുന്നു എന്റെ വിചാരം. മനസ്സിലായില്ലേ? അപ്പോൾ ആ ധാരണയൊക്കെ പയ്യെ മാറി. ഓക്കെ, കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ്, അപ്പൊ ഇന്ന് ഈ ക്ലാസ്സിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫസ്റ്റ്, വാട്ട് ഹാപ്പൻഡ് ഇൻ ദ ലാസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ PSC റിക്രൂട്ട്മെന്റ്. തൊട്ടു മുമ്പത്തെ അസിസ്റ്റന്റ് പ്രൊഫസർ PSC റിക്രൂട്ട്മെന്റ് എന്ത് സംഭവിച്ചു, അതാണ് ഞാൻ ആദ്യം പറയുന്നത്. വൈ ദ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ മേ നോട്ട് ബി വെരി ഫാർ അവേ. എന്തുകൊണ്ട് അടുത്ത നോട്ടിഫിക്കേഷൻ ഒരുപാട് ദൂരം, മീൻസ് വർഷങ്ങൾ എടുത്തായിരിക്കത്തില്ല അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത്, ഉടൻ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത എന്താണ്? ആൻഡ് വൈ എവരി സീരിയസ് നെറ്റ് JRF ആസ്പിറന്റ് ഷുഡ് പ്രിപ്പയർ ഇറ്റ് ഫ്രം ടുഡേ ഇറ്റ്സെൽഫ്. എന്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും നെറ്റ് ക്ലിയർ ചെയ്ത് JRF ക്ലിയർ ചെയ്ത് എല്ലാവരും എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം? ഈ 3 കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ദ സ്റ്റോറി ഓഫ് ദ പ്രീവിയസ് അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റ്. ആദ്യം അതിൽ നിന്ന് തുടങ്ങാം. കാരണം ഒരുപാട് 90% പിള്ളേർക്കും ചോദിക്കാനുള്ളതാണ്, കഴിഞ്ഞ PSC നോട്ടിഫിക്കേഷൻ ആ റാങ്ക് ലിസ്റ്റിന് എന്ത് സംഭവിച്ചു? അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു കുറെ ഇൻഫോ ഞാൻ കളക്ട് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഹൗ മെനി കാൻഡിഡേറ്റ്സ് വെർ ഇൻക്ലൂഡ് ഇൻ ദ റാങ്ക് ലിസ്റ്റ്. എല്ലാവർക്കും അറിയേണ്ട അതായിരുന്നല്ലോ. 1000-കണക്കിന് വിദ്യാർത്ഥികൾ എഴുതി. ഞാൻ ഈ എക്സാക്ട് നമ്പർ അറിയാനുള്ള ശ്രമങ്ങൾ ഒരുപാട് നടത്തി, പക്ഷെ വിഫലമായി പോയി, കിട്ടിയില്ല. എത്ര പേര് എഴുതി എന്നുള്ള കിട്ടി, പക്ഷെ നമുക്കറിയാം 1000-ൽ പുറത്ത് ആൾക്കാർ എഴുതിയിട്ടുണ്ടാവും.
അപ്പൊ എത്ര പേര് റാങ്ക് ലിസ്റ്റിൽ വന്നു? The rank list of the assistant professor in English was published as rank list number. ആ rank list number ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. And came into force on 27 January 2020. അപ്പൊ ശ്രദ്ധിക്കുക, 2023 ജനുവരി 27-നാണ് അവൈലബിൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് അറിയാൻ സാധിക്കുന്നത്. 27 ജനുവരി 2023 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ഓക്കെ, അതിനുശേഷം the rank list contains a main list and multiple supplementary lists for reservation categories. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മെയിൻ ലിസ്റ്റും ഉണ്ട്, സപ്ലിമെന്ററി ലിസ്റ്റും ഉണ്ട്. ആ സപ്ലിമെന്ററി ലിസ്റ്റിൽ റിസർവേഷൻ കാറ്റഗറി, പിന്നെ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള ആസ്പിറൻസിന് വേണ്ടിയുള്ള കാറ്റഗറി, അങ്ങനെ എല്ലാം കൂടെ ചേർത്തുള്ള ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു മെയിൻ ലിസ്റ്റും ഉണ്ട്, പിന്നെ സപ്ലിമെന്ററി ലിസ്റ്റും ഉണ്ട്. ഇനി നമുക്ക് അതിന്റെ എക്സാക്ട് കണക്കിലേക്ക് പോകാം. ഹൗ മെനി ഗോട്ട് അപ്പോയിന്റ്മെന്റ് അഡ്വൈസ്? എത്ര പേർക്ക് അഡ്വൈസ് മെമ്മോ ലഭിച്ചു? ഇതാണല്ലോ എല്ലാവർക്കും അറിയേണ്ടത്. അപ്പൊ 1000-ൽ പരം കുട്ടികൾ എഴുതിയ ഒരു പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റ് വന്നത് ജനുവരി 27, 2023. അപ്പൊ 3 വർഷം മുമ്പ് വന്ന റാങ്ക് ലിസ്റ്റിൽ for assistant professor in English, Kerala Collegiate Education, PSC's advice statistics shows. PSC advice statistics മനസ്സിലാക്കാൻ സാധിച്ചത് 37 അഡ്വൈസ് ഇഷ്യൂ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രയാണ്? 37. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തത്, എങ്ങനെ 37 പേർ ഈ ജോലിയിൽ പ്രവേശിച്ചു. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ്, അവസാന അഡ്വൈസ് നടന്നത് 22 ജനുവരി 2026 എന്ന് പറയുമ്പോൾ ക്ലോസ് കോൾ ആണ്. 27 ജനുവരി ലിസ്റ്റ് അവസാനിച്ചു. അപ്പോൾ ലിസ്റ്റ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പാണ് അവസാനത്തെ ആൾക്ക് അഡ്വൈസ് ചെല്ലുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ 37 പേർക്ക് നിയമനം ലഭിച്ചിരുന്നു കഴിഞ്ഞ തവണ. അതിൽ അവസാനത്തെ ആൾക്ക് അഡ്വൈസ് ചെല്ലുന്നത് ഈ ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് വെറും 5 ദിവസങ്ങൾക്ക് മുമ്പ്. ഇനി നമുക്ക് നോക്കാം നോട്ടിഫിക്കേഷൻ. ആ നമ്പർ കണ്ടല്ലോ, ഇതായിരുന്നു നോട്ടിഫിക്കേഷൻ നമ്പർ. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് 27 ജനുവരി 2023. 37 പേർക്ക് അഡ്വൈസ് മെമ്മോ, അപ്പോയിന്റ്മെന്റിന് വേണ്ടിയുള്ള അഡ്വൈസ് മെമ്മോ പോയി. മനസ്സിലായല്ലോ? അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. എത്ര പേർക്ക് നിയമനം കിട്ടി? 37 പേർക്ക് കിട്ടി. ഓക്കെ, വാട്ട് ഹാപ്പൻഡ് ഇൻ ദ ലാസ്റ്റ് റിക്രൂട്ട്മെന്റ്? കറന്റ് റാങ്ക് ലിസ്റ്റ്, ആ റാങ്ക് ലിസ്റ്റ് നമ്പർ ഒന്നുകൂടെ പറയുകയാണ്. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 27 ജനുവരി 2023 ആൻഡ് റിമൈൻഡ് ആക്റ്റീവ് അൺടിൽ ജനുവരി 2026. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ജനുവരി 2026 വരെ ആയിരുന്നു ആ ലിസ്റ്റിന്റെ കാലാവധി. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, അവസാനത്തെ റിക്രൂട്ട്മെന്റ്, അവസാനത്തെ റാങ്ക് ലിസ്റ്റ് സംഭവിച്ചത് 2026 ജനുവരിയിൽ അത് എന്തായി? എക്സ്പയർഡ് ആയി പോയി. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്ന വരെയും അത് നീട്ടിയിട്ടില്ല. ഇനി അതിന്റെ ഇടയ്ക്കാണ് നീട്ടി. പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം, ഇന്നോ നാളെ ഒന്ന് നീട്ടിക്കഴിഞ്ഞ് കാലങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ കാണുന്നെങ്കിൽ അതിനകത്തൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും. ഞാൻ ഈ ചെയ്യുന്നവരെ ഇതുവരെ നീട്ടിയിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ജനുവരി 2026 ലിസ്റ്റ് അവസാനിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി ഒരു പുതിയ ലിസ്റ്റിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ സംസാരിക്കുമ്പോൾ 2026 ഏകദേശം പകുതിയാവും. അപ്പൊ ഇന്നിപ്പോ ലിസ്റ്റ് നിലവിലില്ല, മനസ്സിലാക്കുക. ഹൗ മെനി പീപ്പിൾ റീച്ച് ദ ഇന്റർവ്യൂ സ്റ്റേജ്? ഇന്റർവ്യൂയിലേക്ക് എത്ര പേരെത്തി? ഇപ്പൊ 37 പേർക്ക് നിയമനം കിട്ടിയെന്ന് പറഞ്ഞു. എത്ര പേര് ഇന്റർവ്യൂ സ്റ്റേജ് വരെ എത്തി നോക്കാം. ഫ്രം ദ റാങ്ക് ലിസ്റ്റ് വി ക്യാൻ സീ ഇന്റർവ്യൂ സീരിയൽ നമ്പേഴ്സ് എക്സ്റ്റെൻഡിങ് അപ് ടു 369. ഇതാണ് അവൈലബിൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് ഞാൻ മനസ്സിലാക്കിയത്. റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇന്റർവ്യൂ സീരിയൽ നമ്പേഴ്സ് 369 വരെയാണ് പോയിരിക്കുന്നത്. അതിന്റെ അർത്ഥം അറൌണ്ട് 369. ഞാൻ അങ്ങനെ കടുപ്പിച്ചങ്ങ് പറയല്ല, ഏകദേശം 369 കാൻഡിഡേറ്റ്സോളം അടുപ്പിച്ച് ഇന്റർവ്യൂവിന് വിളിച്ചിരുന്നു. 369 പേരെ ഇന്റർവ്യൂവിന് ചെയ്യുകയും ഒരു കാൻഡിഡേറ്റിന്റെ റിസൾട്ട് വിത്ത്ഹെൽഡ് ആവുന്ന അവസ്ഥ വന്നിരുന്നു. ചുരുക്കം പറഞ്ഞാൽ 368, 369 കാൻഡിഡേറ്റ്സ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ശ്രദ്ധിക്കുക, 368, 369 കാൻഡിഡേറ്റ്സ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. സോ മനസ്സിലാക്കേണ്ട കാര്യം, തൗസൻഡ്സ് മേ ഹാവ് അപ്ലൈഡ് ആൻഡ് റിട്ടേൺ ദ എക്സാം. ആയിരക്കണക്കിന് ആൾക്കാർ ഈ പരീക്ഷ അപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ടാവാം. അപ്പോൾ 369 പേരാണ് ഇന്റർവ്യൂ സ്റ്റേജിലേക്ക് എത്തിയത്. ശ്രദ്ധിക്കുക, 369 പേര് ഇന്റർവ്യൂ സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയി നമുക്ക് മനസ്സിലായി. 37 നിയമനം കിട്ടിയെന്ന് മനസ്സിലായി. അതിൽ തന്നെ ഇത്ര ആൾക്കാർ ഇന്റർവ്യൂവിൽ എത്തിയെന്നും നമുക്ക് മനസ്സിലായി. ഓക്കെ, ഹൗ മെനി കാൻഡിഡേറ്റ്സ് എന്റേർഡ് ദ മെയിൻ ലിസ്റ്റ്? എത്ര പേര് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചു? ദ മെയിൻ ലിസ്റ്റ് റൺസ് ഫ്രം റാങ്ക് 1 ടു റാങ്ക് 200. അപ്പൊ ഏകദേശം 200 കാൻഡിഡേറ്റ്സ്. ഓക്കെ, 200ഓളം കാൻഡിഡേറ്റ്സ്, 200 കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചു. മനസ്സിലാക്കുക, എത്രയാണ്? 200 പേരാണ് മെയിൻ ലിസ്റ്റിൽ പെട്ടത്. സോ മോസ്റ്റ് നെറ്റ് ആസ്പിറൻസ് തിങ്ക്. ഇനി ഞാൻ പൊതുവെ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഒരു തെറ്റിദ്ധാരണയെ കുറിച്ച് പറയാം. എല്ലാ ആൾക്കാരും പറയാറുള്ളത് only top 10 or top 20 will get anything. ആദ്യത്തെ 10 അല്ലെങ്കിൽ ആദ്യത്തെ 20 വന്നിട്ടേ കാര്യമുള്ളൂ. അങ്ങനെയാണോ ഇപ്പൊ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെയാണോ പറയുന്നത്? അല്ല, റോങ്. PSC included 200 candidates in the general main list. മെയിൻ ലിസ്റ്റിൽ 200 പേരാണ് ഇടം പിടിച്ചത്.
മനസ്സിലായില്ല. അപ്പൊ പൊതുവായിട്ട് കുട്ടികൾക്കുള്ള തെറ്റിദ്ധാരണയാണ് ആദ്യത്തെ 5-ൽ പെടണം, ആദ്യത്തെ 10-ൽ പെടണം, അല്ലെങ്കിൽ പിന്നെ കാര്യമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവർ കേൾക്കുമ്പോൾ, അതായത് ഒരാൾ 5 സുഹൃത്തുക്കൾ പ്രിപ്പയർ ചെയ്യുന്നു, അതിൽ ഒരാളുടെ ചിന്ത ഇങ്ങനെ ആയാൽ മതി. ഒരാൾ പറയുകയാണോ ആദ്യത്തെ 5-ൽ പെട്ടിട്ടേ കാര്യമുള്ളൂ, ആദ്യത്തെ 10-ൽ പെട്ടിട്ടേ കാര്യമുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ബാക്കിയുള്ള 4 പേര് ഡിസ്കറേജ് ആവും. അപ്പൊ അതിന്റെ ആവശ്യമില്ല. അവൈലബിൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് 200ഓളം ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചു ആണല്ലോ. ഹൗ മെനി കാൻഡിഡേറ്റ്സ് വേർ ഇൻ ദ സപ്ലിമെന്ററി ലിസ്റ്റ്? അപ്പൊ സപ്ലിമെന്ററി ലിസ്റ്റ് എത്ര പേരുണ്ടായിരുന്നു നോക്കിയേ. റിസർവേഷൻ കാറ്റഗറി ഉൾപ്പെടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എത്ര പേരാണെന്നുള്ളത്. ഓക്കെ, അവൈലബിൾ ആയിട്ടുള്ള കണക്കുകളാണ്. ചിലപ്പോൾ 1-2 ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുതെന്ന് പറയരുത്. ഇതാണ് കാരണം ഞാൻ ആ ലിസ്റ്റ് നോക്കി തന്നെ ഉണ്ടാക്കിയതാണ്. എത്ര പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ പെട്ടു? അപ്പൊ ടോട്ടൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ പെട്ടത് 150 കാൻഡിഡേറ്റ്സ് ആണ്. പ്ലസ് 3% റിസർവേഷൻ ഉള്ള ഡിഫറently ഏബിൾഡ് ആയിട്ടുള്ള ആസ്പിറൻസും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 14 പേരായിരുന്നു. 14 ഐ തിങ്ക് സോ, 14 ഓർ പ്ലസ് സംതിങ്. 14 അല്ല സോറി, 16 to 20 അടുപ്പിച്ചായിരുന്നു തോന്നുന്നു കേട്ടോ. 14 അല്ല സോറി, 16 to 20 അടുപ്പിച്ചായിരുന്നു എന്നാണ് തോന്നുന്നത്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞ കണക്ക്. ചിലപ്പോൾ എനിക്ക് 1-2 ഈ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്ന് പറയാം. ഇത്രയും പേരടുപ്പിച്ചാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 150ഓളം വരുന്ന സപ്ലിമെന്ററി ലിസ്റ്റ് പ്ലസ് 3% റിസർവേഷനിൽ പെടുന്ന ഡിഫറently ഏബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളും, അതും ഏകദേശം 16 തൊട്ട് 20 വരെയാണെന്നാണ് കണക്ക്. എക്സാക്ട്ലി വരുന്നില്ല, ഇത്രയും വരും. സോ മനസ്സിലാക്കേണ്ടത്, PSC ഡിഡ്ന്റ് പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് 20 or 30 people. 20 പേരുടെയോ 30 പേരുടെയോ ലിസ്റ്റ് അല്ല ഇട്ടത്. ദേ പ്രിപ്പയർഡ് എ ലിസ്റ്റ് ഓഫ് അറൌണ്ട് 350, മീൻസ് 350 പ്ലസ് 50 പ്ലസ്. അപ്പൊ ഏകദേശം നേരത്തെ പറഞ്ഞ ഇന്റർവ്യൂ കണക്ക് വെച്ചിട്ട് ഇതെല്ലാം ഞാൻ കൃത്യ നമ്പേഴ്സ് പറയാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് പലയിടത്തു നിന്നായിട്ട് റെഫർ ചെയ്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏകദേശം, അതായത് ഇങ്ങനെയാണ്, ഏകദേശം ഇത്രത്തോളം ഇന്റർവ്യൂ സീരിയൽ നമ്പേഴ്സ് ഇത്രയാണ് കാണിക്കുന്നത്, അപ്പോൾ അത്രയാവാം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോ മെയിൻ ലിസ്റ്റിൽ ഏകദേശം 200, സപ്ലിമെന്ററി ഏകദേശം വീണ്ടും ഒരു 150 പ്ലസ് 168, 69, 70 ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാർ. മനസ്സിലായല്ലോ? അപ്പൊ മെയിൻ ലിസ്റ്റ്, സപ്ലിമെന്ററി ലിസ്റ്റ് ബോധ്യം കിട്ടി. ഹൗ മെനി ഗോട്ട് അപ്പോയിന്റ്മെന്റ്? എത്ര പേർക്ക് ജോലി നിയമനം ലഭിച്ചു? ടോട്ടൽ അഡ്വൈസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 37 ആണ്. ഇത് ഓൾറെഡി ഇതിനോടകം നമ്മൾ മനസ്സിലാക്കിയ നമ്പറാണ്. അതിന്റെ അർത്ഥം 37 അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റ് വേർ റിപ്പോർട്ടഡ് ആൻഡ് ഫിൽഡ്. 37 തസ്തികകൾ റിപ്പോർട്ട് ചെയ്യുകയും ഫില്ല് ചെയ്യപ്പെടുകയും ചെയ്തു. 37. സോ 37 പീപ്പിൾ റിസീവ്ഡ് ഗവൺമെന്റ് കോളേജ് ടീച്ചിങ് അപ്പോയിന്റ്മെന്റ്സ്. 37 പേർക്കാണ് ഇംഗ്ലീഷിൽ ടീച്ചിങ് അപ്പോയിന്റ്മെന്റ്സ്, കോളേജ് ടീച്ചിങ് അപ്പോയിന്റ്മെന്റ്സ് ലഭിച്ചത്. അപ്പോൾ ഏകദേശം കഴിഞ്ഞ ലിസ്റ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഇവിടെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്താണ് ഇതിന്റെ ഒരു അർത്ഥം? ഇങ്ങനെ കുറെ ഫിഗേഴ്സും സ്റ്റാറ്റിസ്റ്റിക്സും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയും കുറെ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. വാട്ട് ഡസ് ദിസ് മീൻ? മെനി നെറ്റ് JRF ആസ്പിറന്റ്സ് റോങ്ലി തിങ്ക്. വീണ്ടും പോപ്പുലർ ആയ ഒരു തെറ്റിദ്ധാരണയെ കുറിച്ച് പറയാം. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നത് only rank 1 to rank 10 have a chance. 1ാം റാങ്ക് തൊട്ട് 10ാം റാങ്ക് വരെയുള്ളവർക്ക് മാത്രമേ സാധ്യതയുള്ളെന്നാണ് പറയുന്നത്. ഇനി 37 തന്നെ ഞാൻ മനസ്സിലാക്കിയത് ആദ്യ സമയത്ത്, അതായത് റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് ആദ്യം ഏകദേശം ഒരു 8 വേക്കൻസികളാണ് ഫില്ല് ചെയ്തത്. ആദ്യം തന്നെ 8 എണ്ണമാണ് ഫില്ല് ചെയ്തത്. 8-ൽ തന്നെ ആദ്യത്തെ 3 റാങ്ക് വൈസ് നോക്കുകയാണെങ്കിൽ 1, 2, 3 വരെ ആദ്യം ആ 8-ൽ ഫില്ലായത്. ബാക്കിയെല്ലാം റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നാണ് എടുത്തത്. അറിയാലോ, റൊട്ടേഷൻ, റിസർവേഷൻ അനുസരിച്ചുള്ള റൊട്ടേഷൻ നിന്നാണ് എടുത്തത്. അപ്പോ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് 1 തൊട്ട് റാങ്ക് 10 വരെയുള്ളവർക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ വിചാരിക്കരുത്. ഓക്കെ, ബട്ട് 37 കാൻഡിഡേറ്റ്സ് ആണ് മൊത്തത്തിൽ അഡ്വൈസ് മെമ്മോ ലഭിച്ചത്. ടോപ്പ് 5 അല്ല, ടോപ്പ് 10 അല്ല, ടോപ്പ് 15 അല്ല, ടോപ്പ് 37, ആൻഡ് ദാറ്റ് ഇസ് എ ഹ്യൂജ് ഡിഫറൻസ്. അതൊരു വലിയ വ്യത്യാസമാണ്. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ആദ്യ നിയമനം ലഭിച്ചത് ഒരു 8 പേർക്കാണ്. ആ 8-ൽ തന്നെ 3 എണ്ണമാണ് റാങ്ക് 1, 2, 3, 3rd റാങ്ക് വരെയുള്ളവർക്കാണ് ആ സമയത്ത് പോലും നിയമനം ലഭിച്ചത്. ബാക്കി ഏകദേശം എല്ലാം തന്നെ, ബാക്കി കംപ്ലീറ്റ് നിയമനവും ഞാൻ ഈ പറഞ്ഞ പോലെ ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എല്ലാവർക്കും അഡ്വൈസ് പോയിട്ട്. ഓക്കെ, വ്യക്തമായല്ലോ? സോ ദ മോസ്റ്റ് ഷോക്കിംഗ് ഒബ്സർവേഷൻ, ഇനി 1-2 ഒബ്സർവേഷൻ നമുക്ക് നോക്കാം. റാങ്ക് 1ന്റെ മാർക്ക് ഏകദേശം ഇത്രയാണ്, 94.56. റാങ്ക് 37ന്റെ മാർക്ക് 37. ഞാൻ വെറുതെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുക, 37 പേർ കിട്ടിയതുകൊണ്ട് ഞാൻ 37ാമത്തെ റാങ്ക് ഒന്ന് നോക്കിയെന്ന്. 84.33 മാർക്ക്. സോ മീൻസ് ഡിഫറൻസ് ഇസ് ഓൺലി അബൌട്ട് 10 മാർക്സ്. അപ്പൊ ഇവിടെ ഈ ഒബ്സർവേഷൻ ഞാൻ പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം, 1ാമത്തെ റാങ്കുകാരും 37ാമത്തെ റാങ്കുകാരനും തമ്മിൽ 10 മാർക്കിന്റെ വ്യത്യാസമുള്ള. അതിനർത്ഥം കോമ്പറ്റീഷൻ ഇസ് ഇന്റൻസ്.
അതിതീവ്രമായിട്ടുള്ള മത്സരമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ട് വേണം മനസ്സിലാക്കാൻ. സ്മോൾ ഇംപ്രൂവ്മെന്റ്സ് മാറ്റർ. നിങ്ങൾക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ എഴുതുന്ന ഉത്തരങ്ങൾ ചെറിയ, അതായത് എന്താ പറയാ, കുറച്ചധികം ക്വാളിറ്റി പുലർത്തിയാൽ പോലും വലിയ വ്യത്യാസമാണ് ഉണ്ടാവുന്നത്. ആൻഡ് വൺ അഡീഷണൽ കറക്റ്റ് ആൻസർ ക്യാൻ മൂവ് യു മെനി റാങ്ക്സ്. നിങ്ങളുടെ ഒരൊറ്റ നല്ല ഉത്തരം നിങ്ങളെ ഏറ്റവും ഉയരത്തിൽ കൊണ്ടെത്തിച്ചേക്കാം. അപ്പൊ അങ്ങ് ഒരു ഒബ്സർവേഷനും കൂടെ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. റാങ്ക് വൈസ് നോക്കും, ഒന്നാമത്തെ ആൾ റാങ്കും ഞാൻ 10 നോക്കി, 20 നോക്കി. ഇപ്പൊ നോക്കുമ്പോൾ ഇങ്ങനെയാണ് വ്യത്യാസം. ഭയങ്കര വ്യത്യാസമല്ല കാണുന്നത്, അതിഭീകരമായ വ്യത്യാസങ്ങൾ കാണാൻ പറ്റുന്നില്ല. ആദ്യത്തെ ഒരു 1 തൊട്ട് 50 ഒക്കെ നോക്കുമ്പോൾ ഇത്രയാണ് വരുന്നത്. അപ്പൊ അതിനർത്ഥം തീവ്രമായ കോമ്പറ്റീഷൻ ഉണ്ട്. നിങ്ങളുടെ പ്രയത്നത്തിലാണ് ബാക്കിയെല്ലാം ഇരിക്കുന്നത്. സോ ഇവിടെ വാട്ട് ഷുഡ് എ നെറ്റ് JRF ആസ്പിറന്റ് ലേൺ ഫ്രം ദിസ്? ഈ പറഞ്ഞ ലിസ്റ്റിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നും നെറ്റ് JRF ആസ്പിറന്റ്, അതായത് നെറ്റും JRF ഒക്കെ ക്ലിയർ ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ ക്ലിയർ ആയി നിൽക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കട്ടെ, കാരണം ഇനിയിപ്പോ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ, ആണെങ്കിൽ പോലും എന്താണ് മനസ്സിലാക്കുന്നത്? നെറ്റ് ക്വാളിഫിക്കേഷൻ എലോൺ ഇസ് നോട്ട് ഇനഫ്. നെറ്റ് എഴുതി എടുത്ത ആൾക്കാരും നെറ്റ് എഴുതി എടുക്കാത്ത ആൾക്കാരോടും പറയുകയാണ്, നെറ്റ് മാത്രം കൊണ്ട് കാര്യമില്ല. നെറ്റ് ക്വാളിഫിക്കേഷൻ എലോൺ ഇസ് നോട്ട് ഇനഫ്. കാരണം തൗസൻഡ്സ് പൊസസ് നെറ്റ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഈ 2 മാസങ്ങൾ, ഇപ്പോ ഏപ്രിൽ മെയ് മാസങ്ങളിലെല്ലാം കേരളത്തിലെ എല്ലാ കോളേജുകളിലും ഇന്റർവ്യൂ ടൈമായിരുന്നു. ഓക്കെ, ഇപ്പൊ ഇംഗ്ലീഷിന്റെ ഗസ്റ്റ് ഫാക്കൽറ്റി ഇന്റർവ്യൂസിന് പോയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും കേട്ടോ. നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം, നല്ലതാണ്, വായിച്ച് രസിക്കാനാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇപ്പോ പലയിടത്തും ഒരു പോസ്റ്റ് 30, 40, 50 ആൾക്കാരുമാണ്, അല്ലേ? ആം ഐ റൈറ്റ് ഓർ റോങ്? അതെ, സത്യം തന്നെയാണ്. കാരണം എനിക്ക് നേരിട്ട് തന്നെ അറിയാവുന്ന ഒരുപാട് എക്സാമ്പിൾസ്, പിന്നെ എന്റെ സ്റ്റുഡൻസ്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പോയ ഇന്റർവ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളാണ്. പലയിടത്തും ഒരു പോസ്റ്റ് അല്ലെങ്കിൽ 2 പോസ്റ്റ്, വരുന്ന ആൾക്കാരും 40, 50, 60. ഇപ്പൊ മനസ്സിലാക്കേണ്ടത് ആയിരക്കണക്കിന് ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നെറ്റ് ഉണ്ട്, നെറ്റ് മാത്രമേ. ആൻഡ് വെരി ഫ്യൂ ബിക്കം അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഇൻ ഗവൺമെന്റ് കോളേജസ്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട, നെറ്റ് മാത്രം കൊണ്ട് കാര്യമില്ല, കാരണം ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇവിടെ നെറ്റ് ഉണ്ട്. അപ്പൊ ആയിരക്കണക്കിന് ആൾക്കാർക്ക് നെറ്റ് ഉണ്ടെങ്കിലും കുറച്ചുപേര് മാത്രമല്ലേ ഗവൺമെന്റ് കോളേജിൽ ടീച്ചേഴ്സ് ആയിട്ട് കയറുന്നുള്ളൂ. രണ്ടാമത്തെ പാഠം, PSC ഇസ് ദ ഷോർട്ടസ്റ്റ് റൂട്ട് ടു എ പെർമനന്റ് ഗവൺമെന്റ് ടീച്ചിങ് പൊസിഷൻ. ഇനി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നെറ്റും JRF ഒക്കെ ക്ലിയർ ചെയ്ത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഒരു സ്ഥിരമായ ഒരു തൊഴിലാണ് നിങ്ങളുടെ ലക്ഷ്യം. ഒട്ടുമിക്ക എല്ലാ മനുഷ്യരുടെ ലക്ഷ്യം തന്നെ സ്ഥിരമായ ഒരു തൊഴിൽ. അപ്പൊ അങ്ങനെയെങ്കിൽ PSC തന്നെയാണ് നിങ്ങളുടെ പെർമനന്റ് ടീച്ചിങ് പൊസിഷൻ എന്ന സ്വപ്നത്തിലേക്കുള്ള ഷോർട്ടസ്റ്റ് റൂട്ട്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോ അറിയാമല്ലോ, മറ്റ് എയ്ഡഡ് കോളേജുകളിലും കാര്യങ്ങളിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ, പരസ്യമായ രഹസ്യമാണ്, ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ലക്ഷങ്ങളൊന്നും കൊടുക്കാനില്ലെങ്കിൽ മറ്റ് റൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ കയ്യിൽ ലക്ഷങ്ങളൊന്നും കൊടുക്കാനില്ല എങ്കിൽ പിന്നെ നിങ്ങളുടെ റൂട്ട്സ് എന്താണ്? ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് തുടരുക. ഓക്കെ, ഗസ്റ്റ് ഫാക്കൽറ്റിക്ക് ഇപ്പോൾ ഭേദപ്പെട്ട ശമ്പളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ ഇപ്പൊ ശാശ്വതമല്ലാത്തത് കൊണ്ട് ഗസ്റ്റ് ഫാക്കൽറ്റിയാണ് നിങ്ങളുടെ മറ്റൊരു ഓപ്ഷൻ. കോൺട്രാക്ട് ലെക്ചറേഴ്സ് ആണ് ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ ഈ പറയുന്ന കോൺട്രാക്ച്വൽ പൊസിഷൻസിൽ അവസരങ്ങളുണ്ട്. എയ്ഡഡ് കോളേജസ് വെയിറ്റിംഗ് ആൻഡ് ഓൾസോ യൂണിവേഴ്സിറ്റി ടെമ്പററി അപ്പോയിന്റ്മെന്റ്സ്. എല്ലായിടത്തും എല്ലാ കോളേജിലും ഗസ്റ്റ് ആയിട്ടിരിക്കുക, കോൺട്രാക്ട് ബേസിൽ പഠിപ്പിക്കുക, ഡെയിലി ബേസ്, അവർലി ബേസ്, അങ്ങനെ സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പോ ഈ IHRDകളിലൊക്കെ ഇപ്പോ കൂടുതലും അവർലി ബേസുകളിലൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മറ്റു റൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ PSC തന്നെയാണ് നിങ്ങളുടെ പെർമനന്റ് ഗവൺമെന്റ് ടീച്ചിങ് പൊസിഷൻ എന്ന സ്വപ്നത്തിലേക്കുള്ള ഷോർട്ടസ്റ്റ് റൂട്ട്. PSC അപ്പോയിന്റ്മെന്റ് വഴി നിങ്ങൾക്ക് കിട്ടുന്ന എന്തൊക്കെയാണ്? പെർമനന്റ് സർവീസ്. നിങ്ങൾ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്ഥിര ജോലിയാണത്. UGC സ്കെയിൽ, ശമ്പളം, പ്രൊമോഷൻ, പെൻഷൻ ബെനിഫിറ്റ്സ്, ജോബ് സെക്യൂരിറ്റി, പിന്നെ നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന പോലെ ടീച്ചിങ് ജോബിന് കിട്ടുന്ന സോഷ്യൽ സ്റ്റേറ്റസ്. ടീച്ചിങ് എല്ലാ ജോബും പോലെ ഉള്ളൂ, എല്ലാ ജോബും ഒരുപോലെ തന്നെയാണ്, മനസ്സിലാക്കുക. പക്ഷേ നമ്മൾ നമ്മൾ അസോസിയേറ്റ് ചെയ്യാറുള്ള ആ ഒരു സോഷ്യൽ സ്റ്റേറ്റസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് പൊതുവെ PSC അപ്പോയിന്റ്മെന്റ് വഴി വന്നു ചേരുന്ന ചില ഗുണങ്ങൾ. ഓക്കെ, ഇനി പ്രോബബിലിറ്റി അനാലിസിസ് ചെയ്യാൻ നോക്കുകയാണ്. ഏകദേശം ഇതൊരു കറക്റ്റ് ആണെന്നല്ല, അതുകൊണ്ടാണ് ഞാൻ പ്രോബബിലിറ്റി അനാലിസിസ് എന്ന് പേര് കൊടുത്തു. ഒരു 3000-ഓളം ആപ്ലിക്കൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, 1500+ ആൾക്കാർ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക, 369 ഇന്റർവ്യൂലേക്ക് എത്തിയെന്ന് വിചാരിക്കുക, 37 പേർക്ക് അഡ്വൈസ് കിട്ടിയല്ലോ, ആണല്ലോ. അതിനർത്ഥം എന്താണ്? 1 out of 10 ഇന്റർവ്യൂ കാൻഡിഡേറ്റ്സ് ഗെറ്റ്സ് അപ്പോയിന്റഡ്. ഇന്റർവ്യൂ കാൻഡിഡേറ്റ്സിലെ 10-ൽ ഒരാൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. അങ്ങനെയെങ്കിൽ ദാറ്റ് ഇസ് ആക്ച്വലി എ ഫാർ ബെറ്റർ പ്രോബബിലിറ്റി ദാൻ മെനി കോമ്പറ്റീറ്റീവ് എക്സാംസ്. പല മത്സര പരീക്ഷകളെക്കാൾ മികച്ച പ്രോബബിലിറ്റിയാണ്, വളരെ പ്രോബബിൾ ആയ ഒരു അവസരമാണ്.
അപ്പൊ ഒരു അനാലിസിസ് നോക്കി കഴിയുമ്പോൾ 369 രൂപയിൽ ഏകദേശം 37 കിട്ടി എന്ന് പറഞ്ഞാൽ 10 ഒരാൾക്ക് അത് കിട്ടുന്നു എന്നല്ലേ അർത്ഥം. അപ്പൊ അത് പല മത്സര പരീക്ഷകളെക്കാൾ മികച്ച ഒരു പ്രോബബിലിറ്റി തന്നെയാണ്. ഇനി വൈ ഈസ് PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് എ ഡ്രീം ജോബ്? അപ്പൊ ഇതുവരെ ഞാൻ കഴിഞ്ഞ ലിസ്റ്റിൽ എന്ത് സംഭവിച്ചു, അതോടൊപ്പം അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെങ്കിൽ, ഇനി എന്തൊക്കെയാണ് ഈ ഒരു ജോലി? ഇപ്പൊ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരിടത്ത് കോച്ചിങ്ങിന് ചേർന്ന് പഠിച്ച് ഈ പരീക്ഷ പാസ്സാവണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ അപ്പൊ അത്രത്തോളം കഷ്ടപ്പെടണമെങ്കിൽ, മറ്റൊരിടത്ത് ഫീസ് കൊടുത്ത് പഠിച്ച് കഷ്ടപ്പെടണമെങ്കിൽ ആ ജോലി അത്ര വെർത്താണോ? അതെന്തുകൊണ്ട് വെർത്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. വൈ ഈസ് PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് എ ഡ്രീം ജോബ്? ഒന്നാമത്തെ കാര്യം സ്കെയിൽ ഓഫ് പേ. UGC സ്കെയിൽ ഓഫ് പേ അറിയാലോ എന്നാണ്. ദിസ് ഇസ് ദ ഫസ്റ്റ് അട്രാക്ഷൻ. ഒന്നാമത്തെ അട്രാക്ഷൻ സാലറി തന്നെയാണ്. അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഇൻ ഗവൺമെന്റ് കോളേജസ് ആർ അപ്പോയിന്റ്മെന്റ് അണ്ടർ UGC നോംസ്. ഗവൺമെന്റ് കോളേജസിൽ അധ്യാപകരെ നിയമിക്കുന്നത് UGC നോംസ് അനുസരിച്ചാണ്. അക്കാഡമിക് ലെവൽ 10 കറന്റ് ബേസിക് പേ എന്ന് പറയുന്നത് ഏകദേശം തുടക്കം 57,700 നിന്ന് ആണ്. കൃത്യം അതാണെന്നല്ല, പ്ലസ് ആണ്. 57,700 പ്ലസ് ആണ് കറന്റ് ബേസിക് പേ അക്കോർഡിംഗ് ടു അക്കാഡമിക് ലെവൽ 10. ഓക്കെ, UGC നോംസ് പ്രകാരം ഈ പൈസയിൽ നിന്നാണ് തുടങ്ങുന്നത്. 57,700 എന്ന് പറയുന്നത് ഭേദപ്പെട്ട എന്നല്ല, മികച്ച സാലറിയാണ്. അപ്പൊ സാലറി തന്നെയാണ് ഫസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലല്ലോ? അതോടൊപ്പം ഡിയർനെസ് അലവൻസ്, DA, ഹൗസ് റെന്റ് അലവൻസ്, മെഡിക്കൽ ബെനിഫിറ്റ്സ്, മറ്റ് അഡ്മിസിബിൾ അലവൻസ്. കണ്ടില്ലേ? ശമ്പളം മാത്രമല്ല, അതിന്റെ കൂടെ മറ്റു പല അലവൻസുകളും ഒക്കെ കിട്ടാറുണ്ട്. ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സിന് അങ്ങനെയും ചില ഗുണങ്ങളുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, മെനി നെറ്റ് ഹോൾഡേഴ്സ് സ്പെൻഡ് ഇയേഴ്സ് വർക്കിംഗ് ആസ് എ ഗസ്റ്റ് ഫാക്കൽറ്റി ഫോർ 25,000 to 30,000. ഇത് ഞാൻ എഴുതിയെങ്കിലും ഇത്രയും പോലും കിട്ടാറില്ല എന്നുള്ള സത്യം നിങ്ങൾക്ക് അറിയാലോ. ഇത് കാണുന്ന പ്രൈവറ്റ് കോളേജസിലൊക്കെ വർക്ക് ചെയ്യുന്ന, ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടോ? പ്രൈവറ്റ് കോളേജിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? നിങ്ങൾക്ക് ഇത്രയെങ്കിലും സാലറി ഉണ്ടാവാൻ സാധ്യത കുറവാണ്. മനസ്സിലായില്ലേ? 25,000 30,000 ഞാനൊരു എസ്റ്റിമേറ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, പല ആൾക്കാരും ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് പ്രൈവറ്റ് കോളേജിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇത്രയും പോലും പൈസ കൊടുക്കാറില്ല. 20,000, 19,000, 18, 17, 16, 15 ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. PSC അസിസ്റ്റന്റ് പ്രൊഫസർ സ്റ്റാർട്ട് ഇൻ എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സാലറി സ്ട്രക്ചർ. പക്ഷേ മറിച്ച് PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഈ ജോലിയാണെങ്കിൽ ഒരു വ്യത്യസ്ത സാലറി സ്ട്രക്ചറിലാണ് തുടങ്ങുന്നത് തന്നെ. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് സാലറി മാത്രമല്ല, അതിന്റെ കൂടെ വേറെയും ചില ബെനിഫിറ്റ്സ് ഉണ്ട്. മറിച്ച് നിങ്ങൾ ഇപ്പൊ പ്രൈവറ്റ് സെക്ടറിൽ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം, സാലറി വളരെ കുറവാണ്. നെക്സ്റ്റ്, രണ്ടാമത്തെ അട്രാക്ഷൻ ആണ് പെർമനന്റ് ഗവൺമെന്റ് ജോബ്. ഇതാണ് ബിഗസ്റ്റ് അട്രാക്ഷൻ. സ്ഥിര ജോലി, സർക്കാരിന്റെ ശമ്പളം. മെനി ടീച്ചിങ് ജോബ്സ് ടുഡേ. ഇന്നുള്ള ഏറെക്കുറെ ടീച്ചിങ് ജോബ്സും കോൺട്രാക്ട് ആണ്, ടെമ്പററി ആണ്, ഗസ്റ്റ് ആണ്, അവർലി ബേസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ IHRDകളിലൊക്കെ അവർലി ബേസുകളിലാണ് ഇപ്പോൾ പലപ്പോഴും വിളിക്കാറുള്ളത്. പിന്നെ ഗസ്റ്റ് ഫാക്കൽറ്റിക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഭേദപ്പെട്ട സാലറി ഉണ്ട്, പക്ഷെ സ്ഥിര ജോലിയുടെ പ്രശ്നമാണ് അതിനകത്ത്. ടെമ്പററി കോൺട്രാക്ട് ബേസിലൊക്കെയാണ് പലതും ഉള്ളത്. ആ ഒരു സ്ഥിരത, സോ കോൾഡ് സ്ഥിരതയില്ല. മറിച്ച് PSC അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ഗവൺമെന്റ് സർവീസ്. നിങ്ങൾക്ക് ജോബ് സെക്യൂരിറ്റി ലഭിക്കുന്നു, പയ്യെ ഇൻക്രിമെന്റുകൾ ഉണ്ടാവുന്നു. ഇപ്പം പേ റിവിഷൻ ഉണ്ടാവുമല്ലോ, പേ റിവിഷൻ, ശമ്പള പരിഷ്കരണം ഉണ്ടാകുമ്പോൾ ഇൻക്രിമെന്റ് ഉണ്ടാവുന്നു, വേറെ സർവീസ് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നു, ലീവ് ബെനിഫിറ്റ്സ് ഒത്തിരി ഉണ്ട്, പ്രൊമോഷൻ അവന്യൂസ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിലാണ് നിങ്ങൾ ലീവ് എടുക്കുന്നതെങ്കിൽ പിന്നെ തീർന്നറിയാമല്ലോ, എത്ര പേരെ നിങ്ങൾ കണ്ടാലും അവിടെ നിന്ന് ലീവ് എടുക്കാൻ പറ്റും. സോ വൺസ് യു എൻ്റർ ദ കൊളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഒരിക്കൽ നിങ്ങൾ ഈ ഒരു വകുപ്പിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ യുവർ കരിയർ സ്റ്റോപ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ മൂഡ് ഓഫ് മാനേജ്മെന്റ്സ് ആൻഡ് ടെമ്പററി അപ്പോയിന്റ്മെന്റ്സ്. ഇത് ഞാൻ പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാർ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെ നിങ്ങൾ ലീവ് എടുക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടെന്താന്നൊക്കെ ഏകദേശം ഏറെക്കുറെ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. അതോടൊപ്പം യുവർ കരിയർ സ്റ്റോപ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ മൂഡ് ഓഫ് മാനേജ്മെന്റ്സ്. പല മാനേജ്മെന്റ് കോളേജുകളിൽ, ഈ പ്രൈവറ്റ് കോളേജുകളിലും മാനേജ്മെന്റിന്റെ മൂഡിനനുസരിച്ച് നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ കരിയറിന് അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നത്, സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഓക്കെ, ടെമ്പററി അപ്പോയിന്റ്മെന്റ്സിനെ മാനേജ്മെന്റ് മൂഡിൽ നിന്നൊക്കെ മാറി നിങ്ങളുടെ കരിയർ മറ്റൊരു രീതിയിലേക്കായിരിക്കും. ഓക്കെ, പിന്നെ ആനുവൽ ഇൻക്രിമെന്റ്. ഇപ്പൊ നിങ്ങളൊരു സാലറിയിൽ കയറുന്നത് മാത്രമല്ല, ഓരോ വർഷവും സാലറി ഇൻക്രീസസ്, ഇൻക്രിമെന്റിലൂടെ ആയിരിക്കും. DA റിവിഷൻസ് ഹാപ്പൻ പീരിയോഡിക്കലി, പേ റിവിഷൻസ് ഹാപ്പൻ ഒക്കേഷണലി. ശമ്പള പരിഷ്കരണം ഉണ്ടാകുമ്പോൾ സാലറി വർദ്ധിക്കാറുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പൊ നിങ്ങൾ സ്ഥിര ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് PhD ചെയ്യാനുണ്ടെങ്കിൽ ലീവ് എടുത്ത് PhD ചെയ്യാവുന്നതാണ്. PhD തിരിച്ചു വരുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള ശമ്പള വർധന ഉണ്ടാവും. Many aspirants think assistant professor is the final destination. Wrong, it is only the beginning.
നിങ്ങൾ ഈ പരീക്ഷ എഴുതി കയറുമ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ആ ജോലി അതൊരു ബിഗിനിങ് മാത്രമാണ്. കരിയർ പ്രോഗ്രഷൻ ജനറലി മൂവ്സ് ടുവേർഡ്. കരിയർ പ്രോഗ്രഷൻ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസറിൽ നിന്ന് നിങ്ങൾ അസോസിയേറ്റ് ആവുന്നു, പിന്നെ പ്രൊഫസർ ആവുന്നു, പിന്നെ പല അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലേക്ക് നിങ്ങൾക്ക് അതുവഴി പോകാൻ. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, പ്രിൻസിപ്പാൾ, ഹയർ അക്കാഡമിക്സ്, അഡ്മിനിസ്ട്രേറ്റീവ് റൂൾസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ പിന്നുള്ള കാര്യങ്ങളാണ്. ഞാൻ പിന്നെ എന്താ പറയുക, ദീർഘകാല അടിസ്ഥാനത്തിലൊക്കെ പറഞ്ഞതേ ഉള്ളൂ. സോ യു ആർ നോട്ട് ജോയിനിങ് എ ജോബ്, യു ആർ എൻറ്ററിങ് എ കരിയർ ലാഡർ. സോ ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ഒരു കരിയർ ലാഡറിൽ ഒരിടത്ത് നിൽക്കുകയല്ല, സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുകയല്ല, നിങ്ങൾ കയറി അങ്ങ് പോവുകയാണ്. ഓക്കെ, വർക്ക് ലൈഫ് ബാലൻസ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വർക്ക് ലൈഫ് ബാലൻസ്. കാരണം നിങ്ങളിപ്പോൾ 10 മണിക്കാണെങ്കിൽ കോളേജ് ചെല്ലുന്നു, 4 മണി കോളേജ് കഴിഞ്ഞ് തീർന്നു, വലിയ പ്രശ്നം ഉണ്ടാവില്ല. കമ്പയർഡ് വിത്ത് മെനി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മറിച്ച് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അങ്ങനെയാണല്ലോ, ടീച്ചേഴ്സ് പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്ന പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, മറ്റെല്ലാ പണിയും, ക്ലറിക്കൽ ജോബ്സും ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും പ്രൈവറ്റ് കോളേജിൽ ടീച്ചേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. സോ കമ്പയർഡ് വിത്ത് മെനി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് കോളേജിൽ നിങ്ങൾക്ക് വർക്കിംഗ് ഹവേഴ്സ് ഉണ്ട്, വെക്കേഷൻ പീരിയഡ്സ് ഉണ്ട്, അക്കാഡമിക് ലീവ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, റിസർച്ച് ഓറിയന്റഡ് എൻവയൺമെന്റ് ഉണ്ട്. നിങ്ങൾക്ക് വളരാനുള്ള ഒരു മണ്ണാണ് പലപ്പോഴും ഈ ഗവൺമെന്റ് കോളേജ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഇപ്പൊ 4 മണി ജോലി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയമാണ്, ക്വാളിറ്റി ടൈം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവും ജോലിയും തമ്മിൽ ബാലൻസ് ചെയ്തു. മറിച്ച് പ്രൈവറ്റ് സെക്ടറിലെ ടീച്ചേഴ്സിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ദുരവസ്ഥകളുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ തുറന്ന് എഴുതണം കേട്ടോ. അപ്പൊ മനസ്സിലാക്കുക, വർക്കിംഗ് ഹവേഴ്സ്, വെക്കേഷൻ പീരിയഡ്സ്, അക്കാഡമിക് ലീവ് ഓപ്പർച്യൂണിറ്റീസ്, റിസർച്ച് ഓറിയന്റഡ്, ഇതെല്ലാം ഈ പറയുന്ന പോലെ ഗവൺമെന്റ് കോളേജിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് കാരണം നിങ്ങൾക്ക് റിസർച്ചിന് പോകണമെങ്കിൽ റിസർച്ചിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. റൈറ്റിംഗ്, കോമ്പറ്റേറ്റീവ് എക്സാം കോച്ചിങ്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണമെങ്കിൽ അതിന് നിങ്ങൾക്ക് സമയം കണ്ടെത്താം. കണ്ടന്റ് ക്രിയേഷൻ, ഹയർ സ്റ്റഡീസ്, ഇതെല്ലാം റെഗുലർ ടീച്ചിങ് ഡ്യൂട്ടീസിന്റെ ഒപ്പം നിങ്ങൾ പോകണം. മറിച്ച് പ്രൈവറ്റ് സെക്ടറിലെ ടീച്ചേഴ്സിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കും. അവർ പഠിപ്പിക്കണം, ഈ പറയുന്ന പോലെ മറ്റു കാര്യങ്ങൾ നോക്കണം. അതായത് കോളേജിൽ വരുന്ന മറ്റ് ക്ലറിക്കൽ ജോബുകൾ ഉൾപ്പെട്ട്, പേപ്പർ വർക്ക്സ് ഉൾപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ തന്നെ ചെയ്യേണ്ടി വരും. മറിച്ച് ഇതിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. സോ ദ ക്വസ്റ്റ്യൻ ഇസ് നോട്ട് വെദർ ദിസ് ഇസ് എ ഗുഡ് ജോബ്, ഇതൊരു നല്ല ജോലിയാണോ എന്നൊരു ചോദ്യമല്ല ഇവിടെ ബാക്കിയുള്ളത്. ദ ക്വസ്റ്റ്യൻ ഇസ് വെദർ യു ആർ വില്ലിംഗ് ടു പ്രിപ്പയർ സീരിയസ്ലി ഇനഫ് ടു ക്ലെയിം ഇറ്റ്. നിങ്ങൾ വേണ്ട രീതിയിൽ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടോ ഈ ജോലി കരസ്ഥമാക്കാൻ? Because somewhere in the next rank list there will be another 30, 40 or 50 names. കാരണം ഇനി വരാൻ പോകുന്ന അടുത്ത റാങ്ക് ലിസ്റ്റിലും ഒരു 30, 40, 50 പേരുകൾ ഉണ്ടാവും. ആണല്ലോ. The only question is whether your name will be among them. ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങളുടെ പേര് ആ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. അതാണ് നമ്മൾ ഇനി അറിയേണ്ട ഏക കാര്യം. അതിനാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. അടുത്ത ചില ചോദ്യങ്ങൾ. When is the next notification likely to come? അടുത്ത നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും? ആദ്യമേ ഞാൻ പറയാം, അധികം നാടകീയമാക്കാതെ തന്നെ പറയാം. നോബഡി ഔട്ട്സൈഡ് PSC ക്യാൻ പ്രെഡിക്ട് ദ എക്സാക്ട് ഡേറ്റ്, ബട്ട് വി ക്യാൻ അനലൈസ് പാറ്റേൺസ്. പരീക്ഷയിൽ ഞാൻ സിലബസ് പഠിപ്പിക്കുമ്പോഴും പാറ്റേൺസ് അനലൈസ് ചെയ്താണ് പഠിപ്പിക്കുക. അതുപോലെ തന്നെ എനിക്ക് കൃത്യമായിട്ടൊരു ഡേറ്റ് പറയാൻ കഴിയില്ല, പക്ഷെ പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് കഴിഞ്ഞോളം സംഭവിച്ചത്. റാങ്ക് ലിസ്റ്റ് വന്നത് ഏകദേശം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 27 ജനുവരി 2023, എക്സ്പയർ ആവുന്നത് 26. ഇപ്പൊ ടോട്ടൽ അഡ്വൈസ് 37 ആണല്ലോ. അതിൽ നിന്ന് മനസ്സിലായത് ബിഗ് ക്വസ്റ്റ്യൻസ്, വിൽ PSC വെയിറ്റ് ഫോർ ഇയേഴ്സ് ബിഫോർ ഇഷ്യൂയിങ് അനദർ നോട്ടിഫിക്കേഷൻ? അപ്പൊ കഴിഞ്ഞ തവണ റാങ്ക് ലിസ്റ്റ് 2023 വന്ന് 26 അവസാനിച്ചു. അപ്പൊ എന്നാണ് ഇനി അടുത്തത് വരുന്നത്? അവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്, വിൽ PSC വെയിറ്റ് ഫോർ ഇയേഴ്സ് ബിഫോർ ഇഷ്യൂയിങ് അനദർ നോട്ടിഫിക്കേഷൻ? ഇനി വർഷങ്ങൾ എടുത്ത് മാത്രമേ അടുത്ത നോട്ടിഫിക്കേഷൻ PSC പുറപ്പെടുവിക്കത്തുള്ളൂ, അങ്ങനെയാണോ? നോ, പ്രോബബ്ലി നോട്ട്. ഒരിക്കലും അങ്ങനെ ആവാൻ സാധ്യതയില്ല. ഗവൺമെന്റ് കോളേജസ്, കാരണം ഗവൺമെന്റ് കോളേജസ് കണ്ടിന്യൂ ടു റിക്വയർ ഫാക്കൽറ്റി. ഗവൺമെന്റ് കോളേജസിന് എപ്പോഴും ടീച്ചേഴ്സിന് ആവശ്യമാണ്. റിട്ടയർമെന്റ്സ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു, വേക്കൻസീസ് ദേ ആർ ഓൺ ദ റൈസ്. സോ എ ഫ്രഷ് റാങ്ക് ലിസ്റ്റ് ഇവൻച്വലി ബിക്കംസ് നെസസറി. ഇവൻച്വലി അടുത്തൊരു 3-4 മാസത്തിനുള്ളിൽ തന്നെ, ഇപ്പോൾ കോളേജുകളൊക്കെ തുറക്കുന്ന ടൈമാണ്, ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് ആവശ്യമായി തന്നെ വരും. അതുകൊണ്ട് വർഷങ്ങളൊന്നും എടുക്കത്തില്ല അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ. വൈ ഡിസംബർ 2026 ഇസ് എ റീസണബിൾ എക്സ്പെക്ടേഷൻ? ദേവി ഇത് ഈ വരാൻ പോകുന്ന ഡിസംബറിൽ 100% നോട്ടിഫിക്കേഷൻ വരും എന്നല്ല പറയുന്നു. ഇതൊരു റീസണബിൾ എക്സ്പെക്ടേഷൻ ആണ്. 2026 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരും. കാരണം PSC പൊതുവെ നോട്ടിഫിക്കേഷൻസ് കൂടുതലും പുറപ്പെടുവിക്കാറുള്ള ടൈമാണ് ഡിസംബർ. ദിസ് ഇസ് നോട്ട് ആൻ ഒഫീഷ്യൽ അനൗൺസ്മെന്റ്. ആദ്യമേ ഞാൻ എടുത്തു പറയാം, ഞാൻ പറയുക മാത്രമല്ല, ഇവിടെ എഴുതിയും കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് അല്ല. ദിസ് ഇസ് ആൻ അക്കാഡമിക് അസസ്മെന്റ് ബേസ്ഡ് ഓൺ പ്രീവിയസ് റിക്രൂട്ട്മെന്റ് പാറ്റേൺസ്. ഇതിന് മുമ്പുള്ള റിക്രൂട്ട്മെന്റ് പാറ്റേൺസ് മനസ്സിലാക്കിയ ഒരു അസസ്മെന്റ് ആണ്. A notification sometime during late 26 or thereafter would not be surprising. അതിനർത്ഥം 2026 അവസാനത്തോടു കൂടി അല്ലെങ്കിൽ അതിനുശേഷം 2027 തുടക്കത്തിലൊക്കെ
ഒരു നോട്ടിഫിക്കേഷൻ വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, എസ്പെഷ്യലി ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ദ പ്രീവിയസ് റാങ്ക് ലിസ്റ്റ്. കാരണം ഓൾറെഡി പഴയ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയാലും അപ്പൊ ഇനി ഒരെണ്ണം ആവശ്യമാണ്. അതുകൊണ്ട് ഒരുപാട് കാലം വേണ്ടി വരില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഡിസംബർ ഒരു നല്ല എന്താ പറയാ, വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. സോ ഡു നോട്ട് പ്രിപ്പയർ ബേസ്ഡ് ഓൺ നോട്ടിഫിക്കേഷൻ ഡേറ്റ്സ്. നിങ്ങൾക്ക് ഒന്നുകൂടെ പറയാം, എന്നാ പിന്നെ നോട്ടിഫിക്കേഷൻ വന്ന് പ്രിപ്പയർ ചെയ്ത് കളയാം എന്ന് വിചാരിച്ചിരിക്കരുത്. പ്രിപ്പയർ ബേസ്ഡ് ഓൺ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ദ ബിഗസ്റ്റ് മിസ്റ്റേക്ക് ആസ്പിറൻസ് മേക്ക്. ഇനി അടുത്ത സംഭവം, ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്നാണ്. ചോദ്യം ഇതാണ്, വെൻ ഡു മോസ്റ്റ് പീപ്പിൾ സ്റ്റാർട്ട് പ്രിപ്പറേഷൻ? എല്ലാവരും പ്രിപ്പറേഷൻ തുടങ്ങുന്ന എപ്പോഴാണ്? ഉത്തരം എന്താണ്? സിമ്പിൾ, ആഫ്റ്റർ നോട്ടിഫിക്കേഷൻ. ഇപ്പോ കഴിയപ്പോ HSST പരീക്ഷ കഴിഞ്ഞു. ഇപ്പൊ HSST പരീക്ഷയിൽ ഇപ്പൊ ഇവിടെ തന്നെ കോച്ചിങ് ചേർന്ന് ഒത്തിരി നമ്മുടെ പൾപ്പിറ്റിൽ തന്നെ ഒത്തിരി വിദ്യാർത്ഥി, ഏകദേശം 500+ വിദ്യാർത്ഥികൾ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർക്കൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്തേ ഈ കാര്യം പഠിച്ചില്ല, എന്തേ ഇത്തിരി സമയം? നോട്ടിഫിക്കേഷൻ വന്നിട്ടാണ് പ്രിപ്പറേഷൻ തുടങ്ങിയത്. അതായിരുന്നു കുഴപ്പം. അതാണ് പ്രശ്നം. പല വിദ്യാർത്ഥികളുടെയും കുഴപ്പം ഇതാണ്. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പ്രിപ്പറേഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കും. ആൻഡ് ദാറ്റ് ഇസ് എക്സാക്ട്ലി വൈ ദേ ഫെയിൽ. അതുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റിൽ പിന്നോട്ട് വിദ്യാർത്ഥികൾ പോകുന്നത്. നോട്ടിഫിക്കേഷൻ വരാനുള്ള കാത്തിരിപ്പിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ഉടൻ തന്നെ ആരംഭിക്കാം. ആൻഡ് റാങ്ക് ഹോൾഡേഴ്സ് ഡു ദ ഓപ്പോസിറ്റ്. ഒട്ടുമിക്ക ആവറേജ് സ്റ്റുഡൻസ് എല്ലാം റാങ്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പ്രിപ്പറേഷൻ ആരംഭിക്കുന്നു. എന്നാൽ റാങ്ക് ഹോൾഡേഴ്സ് ചെയ്യുന്ന എന്താണ്? നോട്ടിഫിക്കേഷൻ മുമ്പേ അവർ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നു. സിലബസ് ഡിസ്കഷൻ ഇപ്പോഴേ അവർ തുടങ്ങും. ബിഫോർ സിലബസ് ഡിസ്കഷൻ ബിഗിൻസ്, ബിഫോർ വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ് ബിക്കം ആക്റ്റീവ്, ബിഫോർ പാനിക് സ്റ്റാർട്ട്സ്. ഈ സമയങ്ങളിലാണ് റാങ്ക് ഹോൾഡേഴ്സ് തുടങ്ങുന്നത്. അതായത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, അതായത് ഇതിന്റെയൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരും, ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ സജീവമാവുന്നതിന് മുമ്പ് തന്നെ, മൊത്തത്തിൽ ഒരു പാനിക് സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ആ ഒരു ഭയവും ഭീതിയും ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ റാങ്ക് ഹോൾഡേഴ്സ് പ്രിപ്പയർ, അല്ലെങ്കിൽ റാങ്ക് ഹോൾഡേഴ്സ് ആവാൻ താല്പര്യമുള്ള ആൾക്കാർ പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. മനസ്സിലായില്ലേ? അപ്പൊ ആ തെറ്റ് ആരും വരുത്താതിരിക്കുക. നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. സോ ഡോണ്ട് വെയിറ്റ് ഫോർ ദ നോട്ടിഫിക്കേഷൻ. നോട്ടിഫിക്കേഷന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. കാരണം ദ സിലബസ് ഇസ് ഓൾറെഡി നോ. സിലബസ് നിങ്ങൾക്ക് അറിയാം, കോർ സബ്ജക്ട്സ് നിങ്ങൾക്ക് അറിയാം, ആൻഡ് ദ കോമ്പറ്റീഷൻ ഇസ് ഓൾറെഡി പ്രിപ്പയർ. നിങ്ങളുടെ ചുറ്റും നിങ്ങളെ മത്സരിക്കുന്ന ആൾക്കാരെല്ലാം പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന ഓരോ സമയത്തും വേറെ ആൾക്കാർ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ വീഡിയോ തുടങ്ങി. നമ്മുടെ ബാച്ച് 4 ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് റണ്ണിങ് ആണ്. 100% സ്റ്റുഡൻസോട് ഇപ്പോഴും നമ്മുടെ കോച്ചിങ് വളരെ ആക്റ്റീവായിട്ട് തന്നെ പോവുകയാണ്. സോ അതിശക്തമായ കോച്ചിങ് തുടരും. ഇത് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. ബാച്ച് 4 അഡ്മിഷൻസ് ഓൾറെഡി നമ്മളിപ്പോൾ റണ്ണിങ് ആണ്, നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഉടൻ തന്നെ ബാച്ച് 5ന്റെ അഡ്മിഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷ എഴുതി ക്ലിയർ ചെയ്യണം അത്രയും ആഗ്രഹമുള്ള ആൾക്കാർ, അതിന്റെ കാര്യകാരണങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഒരിക്കലും നിങ്ങൾ ഡിസ്കറേജ്ഡ് ആവരുത്. 1010 പെട്ടാലേ 1020 പെട്ടാലേ കാര്യമുള്ളൂ, അങ്ങനെയല്ല. അതുകൊണ്ടാണ് കണക്കുകൾ വെച്ച് ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ചത്. അതുകൊണ്ട് അവസരം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സ്ലോട്ട്സ് ബുക്ക് ചെയ്യുക. ഇവിടെ ലൈവ് റെക്കോർഡഡ് സെഷൻസ്, അറിയാലോ, എല്ലാ സബ്ജക്ട്സിന്റെ എല്ലാ ടോപ്പിക്സിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ആണല്ലോ നമ്മുടെ ഈ പരീക്ഷ എന്ന്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ അത്രയും ക്വാളിറ്റി ഉള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അതോടൊപ്പം റെഗുലർ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ്, മോക്ക് ടെസ്റ്റ്, പിന്നെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട എസ്സൈസ്, പാരഗ്രാഫ്സ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം, ഓരോ ഓതറിനെ പഠിക്കുമ്പോൾ അയാളുമായി ബന്ധപ്പെട്ട ഫ്രേസസ് എന്താണ്, വേർഡ്സ് എന്താണ്, ആ രീതിയിലുള്ള അത്രയും എന്താ പറയുക, അത്രയും മൈന്യൂട്ടായ കാര്യങ്ങൾക്ക് പോലും അറ്റൻഷൻ കൊടുത്താണ് ഇവിടെ കോച്ചിങ് പോകുന്നത്. അതോടൊപ്പം നിങ്ങൾ പരീക്ഷ ആവുന്നതിന് മുമ്പ് തന്നെ 2000-ഓളം ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് എഴുതി പരിശീലിച്ചിട്ടുണ്ടാവും. ആ രീതിയിലാണ് ഇവിടുത്തെ കോച്ചിങ് മുന്നോട്ട് പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്, നമ്മുടെ അഡ്മിഷന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതോടൊപ്പം നിങ്ങൾക്ക് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, ഏതെങ്കിലും കണ്ടന്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, നിങ്ങൾ സംശയങ്ങളെല്ലാം കമന്റ് രൂപത്തിൽ നിങ്ങൾ അറിയിച്ചാൽ മതി. കാരണം ഒരുപാട് പേരുടെ കമന്റ്സിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് വന്നത്. അപ്പൊ നിങ്ങളുടെ സംശയങ്ങളോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.